ഹലോ ഗൈസ്, നമ്മൾ ഇന്നൊരു നൂഡിൽസ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ചട്ടി അടുപ്പത്തേക്ക് വെക്കാം. ഇതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഉള്ളി ഇടാം. ഞങ്ങളിവിടെ വലിയ നൂഡിൽസാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് വലിയ 3 ഉള്ളി ഞങ്ങൾ ഇതിലേക്ക് ഇടുന്നുണ്ട്. നമുക്ക് ഈ ഉള്ളി അതിലേക്ക് മുഴുവനും ഒന്ന് ഇട്ടതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഞങ്ങളിവിടെ ആദ്യമായിട്ടാണ് കുക്കിംഗ് വീഡിയോ ചെയ്യുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഈ ഉള്ളി വഴണ്ടി വരാനുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നല്ല നമുക്ക് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇത് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്ക് നമുക്ക് ഒന്ന് അടി പിടിക്കാതിരിക്കാൻ ഒന്ന് ഇളക്കാം. ഉള്ളി വഴറ്റിയതിന് ശേഷം അതിലേക്ക് 2 വലിയ തക്കാളി അരിഞ്ഞു ചേർക്കാം. അതിനുശേഷം നമുക്ക് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഉള്ളിയും തക്കാളിയും നല്ലോണം വഴറ്റിയതിനു ശേഷം അതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ എല്ലാവരും ഈ നൂഡിൽസ് ഒന്ന് ഉണ്ടാക്കി നോക്കുക. കമൻറ്റ് ചെയ്യണം. വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ടൊന്ന് മൂടി വെക്കുക. അത് ഒന്ന് തിളച്ചു വന്നാൽ അതിലേക്ക് നമുക്ക് നൂഡിൽസ് ഇടാം. എന്നിട്ട് അതിലേക്ക് മുഴുവൻ നൂഡിൽസും ഒന്ന് ഇട്ടിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇത് മൂടി വെച്ചതിനു ശേഷം നമുക്ക് ഇതൊന്ന് നല്ല രീതിയിൽ വെള്ളം വറ്റി വരട്ടെ. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇതിലേക്ക് നൂഡിൽസ് പൊടി ഇട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഗ്രീൻ പീസോ ക്യാരറ്റോ ഉള്ളിത്തണ്ടോ ചേർത്ത് യോജിപ്പിക്കാം. ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്, അതുകൊണ്ട് ഇതിൽ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിച്ചു. ഇനി നമുക്ക് നൂഡിൽസിലേക്ക് മല്ലിച്ചപ്പ് ഇടുക. നമ്മുടെ നൂഡിൽസ് റെഡിയായി.